Hello friends, welcome to my YouTube channel. Don't forget to subscribe. നമുക്കിന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു നൂഡിൽസ് ഉണ്ടാക്കാം, വെജ് നൂഡിൽസ്. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഈ റെസ്റ്റോറൻറ്റിലൊക്കെ എടുക്കുന്ന പോലത്തെ ഒരു പാക്കറ്റ് നൂഡിൽസാണ്, ഒരു 400 grams ഉള്ളത്. ഇതിനെ നമുക്ക് വേവിച്ചെടുക്കാം. എങ്ങനെയാണ് വേവിക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് സ്റ്റോവിൽ വെച്ച് നമുക്കൊന്ന് കത്തിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് എണ്ണ, അതിൻ്റെ കൂടെ ഒരു സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എണ്ണയും ഉപ്പും വെള്ളത്തിലിട്ട് കൊടുത്തിട്ട് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ആ വെജ് നൂഡിൽസിനെ ഇതിലിട്ട് കൊടുക്കാം. തിളയ്ക്കുമ്പോൾ ഇട്ട് കൊടുക്കണേ. വെള്ളം നല്ലോണം തിളയ്ക്കാൻ തുടങ്ങിയതിന് ശേഷം വാങ്ങിച്ച് വെച്ച നൂഡിൽസിനെ എടുത്ത് ഇതിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് മാത്രം വെള്ളത്തിലിട്ടിട്ട് എടുത്തേക്കണം അതിനെ, അല്ലെങ്കിൽ മാവ് പോലെ കുഴഞ്ഞു പോകുന്നത്. കുറച്ചങ്ങ് ഇളക്കി കൊടുക്കണം അതിനിടയ്ക്ക്, ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ. എണ്ണ വെച്ചിട്ടുള്ളത് കൊണ്ട് ഒട്ടിപ്പിടിക്കത്തില്ല. ഒരു മിനിറ്റ് ആയതിന് ശേഷം നമുക്കിതിനെ എടുത്തിട്ട് ഊറ്റി വയ്ക്കാം. ഒരു മിനിറ്റിൻ്റെ വേവ് ആയതിന്, ഒരു മിനിറ്റിൻ്റെ വേവ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രത്തിൽ അതിനാക്കി കൊടുക്കാം. ആ വെള്ളമൊക്കെ വറ്റുമ്പോഴേക്ക് ഒരിച്ചിരി എണ്ണ വെച്ച് കൊടുക്കാം. നമുക്കതിൽ ഒരിച്ചിരി എണ്ണ വെച്ചിട്ട് അതിനൊന്ന് ഇളക്കി കൊടുക്കുക, ഒട്ടാണ്ടിരിക്കാൻ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് ഇനി കുറച്ച് നേരം തണുക്കാൻ വിടാം. തണുത്തതിൻ്റെ ശേഷം ഇതിനെടുത്ത് നമുക്ക് വെജ് നൂഡിൽസ് റെഡിയാക്കാം. നമുക്ക് ഇതിനെടുത്തതിൻ്റെ ശേഷം നമുക്ക് വെജ് നൂഡിൽസ് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നീളമായിട്ട് അരിഞ്ഞ് വെച്ച ക്യാബേജും ക്യാപ്സിക്കമും ക്യാരറ്റും, പിന്നെ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ച
ഉള്ളി. ശരിയെങ്കിൽ നമുക്കിനി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നൂഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആവശ്യമുള്ള പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് കത്തിച്ച് കൊടുക്കാം. പാത്രം ചൂടാവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ചൂടായാലും നമുക്ക് അതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വെജ് നൂഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്കിനി എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുനുകുനാന്ന് അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ക്യാപ്സിക്കമും ക്യാബേജും ക്യാരറ്റും എല്ലാം ഒരുമിച്ചിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ക്യാബേജും ക്യാപ്സിക്കമും ക്യാരറ്റും നീളമായിട്ട് തന്നെ മുറിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ലുക്ക് ഫൈനലായിട്ട് വരുമ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പോലെ തന്നെ കാണാം. കൂടുതലായിട്ടൊന്നും വേവിക്കാൻ പറ്റില്ല. ഒരു അത്യാവശ്യത്തിന് ഒരു വേവ് മതി. കൂടുതലായിട്ട് വെന്ത് പോയാൽ ഇച്ചിരി ഒന്ന് വേവാൻ തുടങ്ങിയപ്പോൾ ഒരു രണ്ട് സ്പൂണിൽ ചെറിയ സ്പൂണിൽ ടേബിൾ സ്പൂണൊന്നും വലുതാവും. ഈ ചെറിയ സ്പൂണിൽ ഒരു 2 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരളവിൻ്റെ വേവ് ആയതിൻ്റെ ശേഷം ഇതിലോട്ട് നമുക്ക് ഇനി ഇതിൻ്റെ സാധനം എന്താണെന്ന് വെച്ചാൽ ഒരു ശകലം വിനീഗർ, ഒരു ചിതിരി ഇട്ട് കൊടുത്തത് സോയാ സോസാണ്. ഇനി അടുത്തത് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കണം. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടത്തുള്ളൂ.
ടേസ്റ്റ്. ഇനി ഇതിലേക്ക് സ്റ്റവ് ഒന്ന് സിമ്മാക്കി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി ഇതിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം പിന്നെയും നമുക്ക് ഫ്ലെയിമിൽ കൂട്ടിയിട്ട് റെഡിയാക്കി വെച്ച നൂഡിൽസ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വെജ് റെഡി. ഇനി നമുക്കിതിനെ ഒന്ന് പ്ലേറ്റിലാക്കണത് ആക്കിയിട്ട് കഴിക്കാം. അങ്ങനെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള വെജ് മീൽസ് റെഡി ഫ്രണ്ട്സ്. കാണാൻ അതേപോലെ തന്നെ ഉണ്ട്. സ്മെല്ലും നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ഇത് കഴിച്ച് നോക്കിയിട്ട് അറിയാം റെസ്റ്റോറൻറ്റ് സ്റ്റൈലുണ്ടോ ഇല്ലയെന്ന്. കഴിച്ച് നോക്കിയിട്ട് പറയാം. കഴിച്ച് നോക്കി ഫ്രണ്ട്സ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ തന്നെ ഉണ്ട്. വെജ് മാഗി നൂഡിൽസ് എന്ന് പറഞ്ഞു, മിസ്റ്റേക്ക് ആയിപ്പോയി. വെജ് നൂഡിൽസ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.